വിജയത്തിലേക്ക് എത്താൻ കഴിയാതെ തെരഞ്ഞെടുപ്പ് കാലത്തുള്ള വിവാദങ്ങളൊക്കെ തിരിച്ചടി ചെയ്യുന്നു തോന്നുന്നു. ഞാൻ എന്നെ സംബന്ധിച്ച് നോക്കൂ, കഴിഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചും എനിക്ക് സംസാരിക്കണം എന്നുള്ള ഒരു താല്പര്യവുമില്ല. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്റെ മുന്നിൽ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ അത് കേരളത്തിൽ ഞങ്ങൾക്ക് ഉണ്ടാക്കണം. സോറി, ഞാൻ കളിയാക്കാൻ ചിരിച്ചല്ല. സാരില്ല, ഇത് എല്ലാവരും ചിരിക്കാറുണ്ട്. അത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും അഖിലേന്ത്യാ തലത്തിൽ നിന്ന് വരുന്നുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ എന്നെ കുറിച്ച് സംസാരിച്ചു. ഇതിനേക്കാൾ വലിയൊരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ ശോഭയ്ക്ക് എന്താ കിട്ടാനുള്ളത്? അപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്. എന്തായാലും റാങ്ക് കിട്ടിയ കുട്ടിയാണ് ഞാനെന്ന് അഖിലേന്ത്യാ ലീഡർഷിപ്പിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ചിക്കൻ ബിരിയാണി കഴിച്ച് നമുക്ക് പിരിയാം. എന്താ ഉറക്കം വരുന്നു? അല്ല, അതൊക്കെ നിങ്ങൾ സഹായിച്ചതല്ലേ? ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ എന്നെ സഹായിച്ചു തന്നതാണല്ലോ. ഇറ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അപ്പൊ അതിനെല്ലാം തന്നെ ഡബിൾ താങ്ക്സ്. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇവിടത്തെ മുഖ്യമന്ത്രി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയുടെ ലീഡർ ആയിരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത്രയ്ക്കൊക്കെ വേണം. നിഴൽ MLA ആയി ശോഭ ഇവിടെ പാലക്കാടിനകത്ത് ഉണ്ടാകും. തോമനങ്ങളുടെ കോൺഫിഡൻസ് കാണുമ്പോഴാണ് എനിക്കൊരാശ്വാസം. പാലക്കാട്ടുകാർക്ക് 2 MLA ഉണ്ടാകും. ഒരാൾ നിയമസഭയ്ക്കകത്തായിരിക്കും, ഒരാൾ പാലക്കാടിലെ ജനങ്ങൾക്കിടയിലായിരിക്കും. ഞാനൊരു നിഴൽ MLA ആയിരിക്കും. ഇതൊക്കെ വെറും ചീപ്പ് നമ്പർ അല്ലേ അച്ഛാ? അല്ല, അച്ഛന്റെ സ്റ്റാൻഡേർഡ് ഓക്കെ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.